فلما قضى موسى الأجل وسار بأهله آنس من جانب الطور نارا قال لأهلهم امكثوا إني آنست نارا لعلي آتيكم منها بخبر أو جذوة من النار لعلكم تصطلون فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أن يا موسى إني أنا الله رب العالمين. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടിപ്പോന്ന് മദിയൻ എന്ന് പറഞ്ഞ പ്രദേശത്തെത്തി. ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലാണ് അവസാനം എത്തിപ്പെട്ടത്. അവിടെ ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ താമസം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ മകളെ മൂസാ അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. 10 മാസം 10 വർഷം ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ താമസിച്ചു എന്നും അതല്ല 10-ലേറെ വർഷം താമസിച്ചിട്ടുണ്ടെന്നുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഖുർആനിലോ ഹദീസിലോ കൃത്യമായി വിശ്വാസയോഗ്യമായി തെളിഞ്ഞതല്ല. അപ്പോൾ അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും ഇല്ലാത്തതുകൊണ്ട് പരമസത്യമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. 10 കൊല്ലം എന്തായിരുന്നാലും താമസിച്ചു എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാണ്. അതിലേറെ താമസിച്ച കാര്യം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ വ്യക്തമല്ല. 20 കൊല്ലം താമസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും തീരെയും തെളിവുകളില്ലതാണ്. ഏതായിരുന്നാലും അവിടെ താമസിച്ച് പിന്നീട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് സ്വാഭാവികമായും മൂസാ നബി അലൈഹിസ്സലാം നാട്ടിലേക്ക് പോകാനും കുടുംബങ്ങളെ കാണാനും ഒക്കെയുള്ള ആഗ്രഹം മനസ്സിലുണ്ടായി. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്ത കുറ്റം അവരൊക്കെ മറന്നു കാണും എന്ന ഒരു തോന്നലുമുണ്ടായി. അങ്ങനെ ഭാര്യയെയും കൂട്ടി അദ്ദേഹം മദിയനിൽ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. അതാണ് ഇനി വരുന്ന സംഭവം. അതാണ് ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. ഭാര്യ ഗർഭിണിയായിരുന്നു എന്നും അത് 1ാമത്തെ ഗർഭമായിരുന്നു എന്നും രണ്ടാമത്തെ ആദ്യം കുട്ടിയുണ്ട്, അതിൻ്റെ പുറമെ വീണ്ടും ഗർഭമുണ്ടായതാണെന്നൊക്കെയും ഈ പറഞ്ഞ പോലെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അത് പൂർവകാല വേദക്കാരിൽ നിന്ന് കിട്ടിയ ചരിത്രമാണ്, പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല. അവിടുന്നാണ് ഇനി നമ്മൾ പോകുന്നത്. ഫലമ്മാ ഖളാ മൂസൽ അജൽ. ഫലമ്മാ ഖളാ മൂസൽ അജൽ. ഖളാ എന്ന് പറഞ്ഞാൽ വീട്ടുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിനാണ് ഖളാ എന്ന് പറയാം. വിധിച്ചു എന്നതിനും ഖളാ എന്നുള്ള വാക്കുണ്ട്. അതിൽ നിന്നാണ് വിധികർത്താവിന് ഖാദി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഖളാ അജലഹു, അദ്ദേഹത്തിൻ്റെ അവധി ജീവിച്ചു തീർത്തു, ജീവിച്ചു വീട്ടി, അതിനും ഖളാൻ്റെ അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഖളാ അജലഹു വലമ്മാ ഖളാ മൂസ അൽ അജല. മൂസ ആ അവധി ജീവിച്ച് വീട്ടിയപ്പോൾ, അപ്പോൾ ആ അവധി വീട്ടിയപ്പോഴാണ് പിന്നെ അദ്ദേഹം പുറപ്പെടുന്നത് എന്ന് ഇതിൻ്റെ ഒരു സൂചനയിൽ നിന്ന് മനസ്സിലാകുന്നു. അതല്ല അവധി കഴിഞ്ഞു പിന്നെയും അവിടെ താമസിച്ചു എന്നതിന് ഇതിൽ തെളിവില്ലെങ്കിലും താമസിച്ചിട്ടില്ല എന്നുള്ളതിന് ഇല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെന്നും പറയുന്നത് അതുകൊണ്ടാണ്. ആവട്ടെ, ഫലമ്മാ ഖളാ മൂസൽ അജല. മൂസാ നബി അലൈഹിസ്സലാം
ആ അവധി അവസാനിപ്പിച്ചപ്പോൾ, തീർത്തപ്പോൾ, വസാറബി അഹ്ലിഹി, തൻ്റെ കുടുംബത്തെയും കൊണ്ട്, അഹ്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഭാര്യയാണ്. അഹ്ല് ഭാര്യയാണ്. നമ്മൾ അഹ്ലുൽ ബൈത്ത്, വീടിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഭാര്യ മക്കൾക്കാണ് അഹ്ല് എന്ന് പറയാം. അഹ്ലുൽ മസ്ജിദ്, പള്ളിൻ്റെ ആൾക്കാർ ഏതാണ്. അഹ്ലുൽ ബൈത്ത്, അഹ്ലുൽ ഖറിയത്ത്, ഗ്രാമക്കാർ, ഗ്രാമവാസികൾ. ഇവിടെ സാറ ബി അഹ്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഹ്ല് എന്ന ഭാര്യ, ഭാര്യയെയും കൊണ്ട് അദ്ദേഹം രാത്രിയിൽ സഞ്ചരിച്ചു. സാറ എന്ന് പറയുന്നതിലാണല്ലോ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് പറയുന്ന രാപ്പലായണം. അപ്പോൾ വസാറ നടന്ന സഞ്ചരിച്ചു, കൂടുതലും രാത്രി സഞ്ചരിക്കുന്നതിനാണ് സാറ പറയാം. വസാറ ബി അഹ്ലിഹി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ, ആനസ മിൻ ജാനിബി തൂർ, തൂര് സീനാ പർവ്വതത്തിൻ്റെ അതിൻ്റെ ഭാഗത്ത് നിന്ന്, ജാനിബ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, അതിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം കണ്ടു, നാറൻ, ഒരു തീ കണ്ടു. തീയിൻ്റെ വെളിച്ചം കണ്ടു. തീ പറഞ്ഞാൽ പ്രകാശിക്കുന്നതായിട്ട് തൂര് സീനാ പർവ്വതത്തിൽ നിന്ന് കണ്ടു. അപ്പോൾ ഇദ്ദേഹം ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മദിയനിലാണ്. മദിയനിലേക്ക് അദ്ദേഹം ഈജിപ്തിൽ നിന്നാണ് എത്തിപ്പെട്ടത്. 1850 മൈല് നടന്നിട്ടാണ് മദീനയിൽ എത്തിയത് എന്നൊക്കെ നേരത്തെ പറഞ്ഞ ചരിത്രകാരന്മാർ ഏകദേശം കണക്ക് കൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കാലം അദ്ദേഹം മരുഭൂമി കൂടി അഖബ ഉൾക്കടലിൻ്റെ ആ ഭാഗത്ത് കൂടി ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് മദിയനിലെത്തുന്നത്. ഈജിപ്തിൽ നിന്ന് നേരെ നോക്കിയാൽ കടലിൻ്റെ അക്കരെ കാണുന്ന പ്രദേശമാണ്. മരുഭൂമിയിലാണെങ്കിലും ചുറ്റി വളഞ്ഞിട്ട് അവിടെ എത്തണം. അങ്ങനെ എത്തി വീണ്ടും അദ്ദേഹം തിരിച്ച് ഈജിപ്തിലേക്ക് പോകുമ്പോൾ, ആനസ എന്ന് പറഞ്ഞാലേ പിന്നെ അദ്ദേഹത്തിന് ഒരു സമാധാനപരമായ കാര്യം കാണുന്നതിനാണ് ആനസ. നമ്മൾ മലയാളത്തിൽ പറയാലോ, ഇജ് വന്നപ്പോൾ എനിക്കൊരു ഈനാസ് ഉണ്ടായി. ഒരു ഈനാസ് ഉണ്ടാവുക എന്നാണ് എന്താ, ഒരാളുടെ ഒരു സാന്നിധ്യം കൊണ്ടുണ്ടായ ഒരു സമാധാനം. അതാണ് ആനസമിൻ ജാനിബിത്തൂരിൽ അയ്മനിനാറ്, ഇരുട്ടത്താണ്. ഒന്നുകൂടിയും പറയുന്നുണ്ട് ഇബ്നു വസീർ റഹിമഹുല്ലാഹിന്റെ തഫ്സീറിൽ, നല്ല തണുപ്പുള്ള ഇരുട്ടുള്ള രാത്രിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തീ കണ്ടപ്പോൾ, ഒരു വെളിച്ചം കണ്ടപ്പോൾ ഒരു ഈനാസ് ഉണ്ടായി, ഒരു സമാധാനം ഉണ്ടായി. ആരോ ഉണ്ടാവുമല്ലോ അവിടെ, തീയാണല്ലോ. അപ്പോൾ അവിടെ തീയുള്ളിടത്ത് ഏതിരുന്നാലും മനുഷ്യൻ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അങ്ങനെ ആനസ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ ഒരു നല്ല അനുഭവപ്പെട്ടു, ഒരു കാഴ്ച കണ്ടപ്പോൾ, നാറ് അനുഭവപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമാധാനമാണ്. ആനസ മിൻ ജാനിബി തൂർ, തൂര് സീനാ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് നാറൻ, തീ കണ്ടു. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലി അഹ്ലിഹി, തൻ്റെ ഭാര്യയോട്, കുസു, നിങ്ങളിവിടെ താമസിക്കുക. കുസു എന്ന് പറയുന്നത് നിങ്ങൾ എന്നുള്ള ബഹുവചനമാണ്. ഒന്നുകിൽ ഭാര്യയെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞതായിരിക്കാം. അതല്ലെങ്കിൽ ചരിത്രത്തിലുള്ള പോലെ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു, മറ്റൊരു ഗർഭമാണ്, ഗർഭിണിയാണെങ്കിലും അതിൻ്റെ മുമ്പ് മക്കളുണ്ടായിരുന്നു. മക്കളോടും ഭാര്യയോടും കൂടിയാണ് കുസു, നിങ്ങളിവിടെ നിൽക്കുക. കുസു എന്ന് പറഞ്ഞാൽ മക്കസ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നു, ഇവിടെ താമസിച്ചു, കുറച്ചു നേരം ഇവിടെ നിൽക്കി, നിങ്ങളിവിടെ നിൽക്കിട്ടോ, ഞാൻ വരാ, തീയിൽ അതിൻ്റെ അവിടെ ആരാ ഉള്ളത്, ഞാൻ കുറച്ച് വെളിച്ചെടുത്ത് വരാമെന്ന് പറയുന്ന അതാണ് കുസു, നിങ്ങളിവിടെ നിൽക്കുക. ഇന്നി ആനസ്തു നാറൻ, ഞാൻ തീ കണ്ടിരിക്കുന്നു. ലഅല്ലി ആതീക്കും മിൻഹാ ബിഖബരിൻ, ലഅല്ലി ആതീക്കും, നിങ്ങൾക്ക് എനിക്ക് കൊണ്ടുവന്ന് തന്നേക്കാം, മിൻഹ, ആ തീയിൻ്റെ അടുത്ത് നിന്ന്, ബിഖബരിൻ, വല്ല വർത്തമാനവും. അതായത് അപ്പോൾ അവർ ഇതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയുന്നത്, മൂസാ നബി ഈജിപ്തിലേക്കുള്ള വഴിയിൽ തൂര് സീനാ പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തിയപ്പോൾ വഴി തെറ്റിപ്പോയി. കൂരിരുട്ടാണ്, നല്ല ശൈത്യമാണ്, വഴി തെറ്റിപ്പോയി. കാണാൻ ഏത് വഴിക്കാണ് ഈജിപ്തിലേക്ക് പോകേണ്ടതെന്നുള്ള വഴി അദ്ദേഹത്തിന് അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നി ആനസ്തു ലഅല്ലി ആതീക്കും മിൻഹാ ബിഖബരിൻ, ഞാൻ ആ തീയിൻ്റെ അടുത്ത് നിന്ന് ഒരു വർത്തമാനവും കൊണ്ട് ഞാൻ വരാം, നിങ്ങളിവിടെ നിൽക്കി എന്ന് പറയാം. വർത്താനം എന്താ? ഈജിപ്തിലേക്കുള്ള വഴി അന്വേഷിക്കാൻ വേണ്ടി അവിടെ തീയിൻ്റെ അടുത്ത ആളുണ്ടാവുമല്ലോ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, അതാണ് വർത്തമാനം. അപ്പോൾ വർത്തമാനം
കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ അവർ വഴി തെറ്റിയിട്ടുണ്ട് എന്ന് അതിൽ നിന്നുള്ള അനുമാനമാണ്. ലാലി ആത്തീക്കും മിന്നാ ബി ഖബരിൻ, അതിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വർത്തമാനവും കൊണ്ടുവരാം, വല്ല വിവരവും ഖബറും കൊണ്ടുവരാം, വാർത്ത, അതാണ് ഖബർ. ഔ ജദ്വത്തി മിനന്നാർ, അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയെങ്കിലും കൊണ്ടുവരാം. ജദ്വത്ത് എന്ന് പറഞ്ഞാൽ തീ കത്തിച്ച കൊള്ളിക്കാണ് ജദ്വത്ത് എന്ന് പറയുന്നത്. തീപ്പെട്ടിക്കൊള്ളിക്കൊക്കെ ജദ്വത്ത് എന്ന് പറയാം. അപ്പോൾ തീക്കൊള്ളി, നാറിൻ്റെ തീയിൻ്റെ ഒരു കൊള്ളി, തീ കത്തിച്ച ഒരു കൊള്ളിയെങ്കിലും കൊണ്ടുവരാം. ലഅല്ലക്കും തസ്തലൂൻ, നിങ്ങൾക്ക് ചൂട് കൊള്ളാമല്ലോ. ഇസ്തല എന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ടു, അതായത് അപ്പം അതിൽ നിന്നാണ് തണുപ്പുള്ള രാത്രിയാണ് വഴിതെറ്റി എന്ന രണ്ട് ചരിത്ര വസ്തുത ഖുർആൻ വ്യാഖ്യാതാക്കൾ അനുമാനിച്ചത് ഈ രണ്ട് വാക്കിൽ നിന്നാണ്. ഞാനൊരു വർത്തമാനം കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ എന്താ അവിടുന്ന് വർത്തമാനം കൊണ്ടുവരാനുള്ളത്? ആള് തീയുള്ള ഇടത്തു നിന്ന് എന്താ വർത്തമാനം? നേരെ വഴി ഏതാണെന്ന് ചോദിച്ചു കൊണ്ടുവരാം. പിന്നെ തീ കായാമല്ലോ എന്ന് പറയുമ്പോൾ തീ കായണമെങ്കിൽ തണുപ്പുണ്ടാവണമല്ലോ. അപ്പം നല്ല തണുപ്പുള്ള രാത്രിയിൽ വഴിതെറ്റിപ്പോയപ്പോൾ കുസു, നിങ്ങളിവിടെ നിൽക്കുക, തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഇനി ആനസ്തുനാറൻ, ഞാൻ തീ കണ്ടിട്ടുണ്ട്. ലാലി ആത്തീക്കും മിന്നാ ബി ഖബരിൻ, അവിടെ നിന്ന് ഞാൻ ഒരു വാർത്ത കൊണ്ടുവരാം. ഔ ജദ്വത്തി മിനന്നാർ, അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയെങ്കിലും കൊണ്ടുവരാം. ലഅല്ലക്കും തസ്തലൂൻ, നിങ്ങൾക്ക് തീ കായാമല്ലോ. അപ്പോൾ തീ കത്തിച്ചു കൊടുന്നാൽ ഇവിടെ വല്ല മരമോ കൊള്ളിയോ ഇലയൊക്കെ ഇട്ടിട്ട് തീ കായാമല്ലോ എന്ന് പറഞ്ഞ് ഭാര്യയെ അവിടെ നിർത്തി അദ്ദേഹം തൂരിസീന പർവ്വതത്തിൻ്റെ ആ തീ കണ്ട സ്ഥലത്തേക്ക് പോയി. ഫലമ്മ അതാഹ, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ, അത്താ എന്ന് പറഞ്ഞാൽ ചെന്നു, ആത്തീക്കും ഞാൻ നിങ്ങൾക്ക് ചെന്ന് കൊണ്ടുവന്ന് തരാം എന്നാണ്. അതാഹ, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ നൂദിയ, വിളിക്കപ്പെട്ടു. വിളിച്ച ആളില്ല, ഒരു വിളിയാളം കേൾക്കുകയാണ്, അതാണ് നൂദിയ. അദ്ദേഹം വിളിക്കപ്പെട്ടു. മിൻ ഷാത്തിഇൽ വാദിൽ ഐമനി ഫിൽ ബുഖഅത്തിൽ മുബാറക. മിൻ ഷാത്തിഇൽ വാദിൽ ഐമൻ, ആ വാദിയുടെ, അതായത് തൂരിസീന പർവ്വതത്തിൻ്റെ ആ വാദി എന്ന് പറഞ്ഞാൽ ആ താഴ്വര, ആ താഴ്വരയുടെ ഒരു ഭാഗത്ത് നിന്ന്, ഷാത്തി തീരം, അപ്പോൾ അതൊരു ഭാഗത്ത് നിന്ന്, വലതുഭാഗത്ത് നിന്ന്, ഷാത്തിഇൽ വാദിൽ ഐമൻ, തൂരിസീന പർവ്വതത്തിൻ്റെ വലതുഭാഗത്തുള്ള ആ ഒരു വലതു സൈഡിൽ നിന്ന് ഒരു വിളി കേൾക്കപ്പെട്ടു. ഫിൽ ബുഖഅത്തിൽ മുബാറക, ആ വിശുദ്ധ സ്ഥലത്ത്. അപ്പോൾ തൂരിസീന പർവ്വതത്തിൻ്റെ അദ്ദേഹം വിളി കേട്ട, തീ കണ്ട, മിനശ്ശജറത്തി, മരത്തിൻ്റെ അടുത്തുള്ള വിശുദ്ധ സ്ഥലം. അപ്പോൾ തൂരിസീന പർവ്വതത്തിൽ ഒരു മരമുണ്ടായിരുന്നു, ആ മരത്തിൻ്റെ അടുത്തുള്ള പ്രദേശം വിശുദ്ധമായിരുന്നു. ആ വിശുദ്ധമായ സ്ഥലത്ത് നിന്ന് അദ്ദേഹം വെളിച്ചവും തീയും കണ്ടു, അവിടേക്കാണ് ചെന്നത്. ആ സ്ഥലം ഇന്നും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഏറ്റവും വിശുദ്ധമായ സ്ഥലമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബേണിംഗ് ബുഷ് എന്ന് പറയുന്ന പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ എന്താണ് പറയുക, ചെടി എന്ന പേരിൽ ഇന്നും ബേണിംഗ് ബുഷ് അവിടെ ഉണ്ട്. അങ്ങനെ പറയപ്പെടുന്നു, അതല്ലോ. അതിൻ്റെ ചുറ്റുഭാഗത്തും വലിയ ചർച്ച് കെട്ടി, അതാണിപ്പോൾ കാഴ്ചക്കാർ പോകുന്നത് അവിടെയാണ്. ഏതായിരുന്നാലും അള്ളാഹു തആല അതാണ് ഇതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗമൊന്നും സന്ദർശിച്ചതായിട്ട് ചരിത്രത്തിലില്ല. പിന്നെന്താണുള്ളത്? ഈ ഒരു വാക്ക്, മിൻ ഷാത്തിഇൽ വാദിൽ ഐമൻ ഫിൽ ബുഖഅത്തിൽ മുബാറക, വിശുദ്ധമായ ബുഖഅത്ത് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം, ഒരു പറമ്പിനൊക്കെ പറയുകയാണെങ്കിൽ ബുഖഅത്ത് എന്ന് പറയാം. ആ പറമ്പ്, ആ ഭൂമിയിലെ ആ ഒരു ഇടം, ഒരു അനുഗ്രഹീതമായ ഇടത്ത് നിന്ന്, ആ താഴ്വരയുടെ വലത് ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടു. മിനശ്ശജറ, ആ മരമുള്ള ഇടത്ത്. അപ്പോൾ അവിടെ മരം ഉണ്ടായിരുന്നു, വലതുഭാഗത്താണ് തൂരിസീന പർവ്വതത്തിൻ്റെ. അതൊക്കെ ശരി തന്നെയാണ്, ഇപ്പോൾ ഉള്ള സ്ഥലമൊക്കെ ആ മാതിരി ശരി. മിനശ്ശജറത്തി, അവിടെ ഒരു ഷജറത്തും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അയ്യാ മുസ, ഇതൊക്കെ ഒരു ചരിത്രാതീത കാലം മുമ്പുണ്ടായത്, ഖുർആൻ മാത്രം പറയുന്ന കാര്യമായതുകൊണ്ടും നിസാറാക്കളോ യഹൂദികളോ ഈ ചരിത്ര സംഭവം നിഷേധിച്ചതായിട്ട് കാണുന്നില്ല. അപ്പം അവർക്കും അറിയുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു ഇത് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അവരിതിനെ ഖുർആൻ ഈ പറഞ്ഞ കാര്യം കളവാണ്,
അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ചെന്നത് അവിടെയല്ല നല്ലവർ, അവിടെ തന്നെയാണ്. അവിടെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷം ഇപ്പോഴും അതിൻ്റെ കുറ്റികളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ട്. അതൊരു വിശുദ്ധമായ സ്ഥലമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ അവർ വലിയ സിനഗോഗാക്കി മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ ചുറ്റുഭാഗത്തും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. എന്താ വിളിക്കപ്പെട്ടത്? അൻ യാ മൂസ, എന്തെന്നാൽ. അൻ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമതാ, എന്തെന്നാൽ യാ മൂസ, മൂസ ഇന്നി അനല്ലാ, നിശ്ചയം ഞാൻ അള്ളാഹുവാണ്, റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവാണെന്ന് അവിടുന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ അത് തീ എന്ന് പറയുന്നത് വെളിച്ച പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൻ്റെ അടുത്ത് നിന്നാണ് വിളി കേട്ടത്. അതെന്താണ്, ആരാണ് വിളിച്ചതെന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അനല്ലാ എന്ന് ആ വിളിയിൽ കൂടി അദ്ദേഹം കേട്ടു. ഇന്നി അനല്ലാ, ഞാൻ അള്ളാഹുവാണ്, റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ് എന്ന് വിളി കേട്ടു. വ അൻ അൽഖി അസാക്ക, നിന്റെ കയ്യിലുള്ള വടി നിലത്തിടണമെന്നും വിളി കേട്ടു. ഞാൻ അള്ളയാണെന്ന് പറഞ്ഞു. അല്ലേ ആണോ മൂസാ നബിക്ക് അറിയില്ലോ. പക്ഷേ മൂസാ നബിക്ക് അറിയുന്ന ഒരു കാര്യം അവിടെ അള്ളാഹു തആല അദ്ദേഹത്തോട് പറയാണ്. അൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ എന്നാണ്. അൽഖി അസാക്ക, നിന്റെ നിന്റെ വടി ഇടണം, നിലത്തിടണം എന്നുകൂടി ഞാൻ അള്ളയാണെന്ന് പറഞ്ഞതോടൊപ്പം അദ്ദേഹത്തിന് കൽപ്പന കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ് ഇത് അള്ളാഹുവിൻ്റെ ഒരു മോചിതത്താണ്. എങ്ങനെയാണ്? ഫലമ്മാ റആഹ, ആ വടിയെ അദ്ദേഹം കണ്ടപ്പോൾ, തെഹ്തസ്സു, അതിങ്ങനെ പിടക്കുന്നതായിട്ട് കണ്ടപ്പോൾ, എഹ്തസ്സ എന്ന് പറഞ്ഞാൽ ഇളകി പിടച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ആ വടി ഇങ്ങനെ നിലത്തിട്ടപ്പോൾ തെഹ്തസ്സു, അതിങ്ങനെ പിടപിടക്കുന്നതായിട്ട് കണ്ടു. കഅന്നഹ ജാന്നുൻ, ഒരു പാമ്പിനെ പോലെ. ജാന്ന് എന്ന് പറഞ്ഞാൽ പാമ്പ്. ജിന്നിനും ജാന്ന് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജാന്ന് എന്നുള്ളത് പാമ്പിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ജാന്ന് പാമ്പാണ്. അതായത് മനുഷ്യൻ്റെ കണ്ണിൽ പെടാതെ ഓടിപ്പോകുന്ന, മറഞ്ഞു പോകുന്ന സാധനമാണ് ജിന്ന് എന്ന് പറയുന്നത്. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാ വാക്കിൻ്റെ അർത്ഥം. അപ്പം മറഞ്ഞു പോകുന്ന, പെട്ടെന്ന് കണ്ണിൽ പെടാത്ത സാധനം എന്ന അർത്ഥത്തിലാണ് ജിന്ന് എന്ന് പറയാം. പാമ്പും അങ്ങനെ തന്നെയാണല്ലോ, പെട്ടെന്ന് കണ്ണിൽപ്പെടാതെ അത് ഓടിപ്പോകും. അതുകൊണ്ടായിരിക്കണം ജന്നം തോട്ടം അങ്ങനെ തന്നെയാണ്. തോട്ടത്തിൻ്റെ ഉള്ളിൽ വെളിച്ചം കിട്ടൂല, ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ഇരുള്, അതാണ് ജുനൂന്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ജുനൂന് അതിൽ നിന്ന് വന്നതാണ്, ജിന്നിൽ നിന്ന്. ജുനൂന് എന്ന് പറയുന്നത് ബുദ്ധി മറഞ്ഞു പോവുക. ബുദ്ധിൻ്റെ ഉള്ളിൽ ഈ സെൻസ് എന്ന് പറയുന്ന വെളിച്ചം ഇല്ലാതെ പോകലാണ് ജുനൂന്, ഭ്രാന്ത്. അപ്പം കഅന്നഹ ജാന്നുൻ, ഇവിടെ പാമ്പാണ്. പാമ്പ് പോലെ, ഒരു പാമ്പിനെ പോലെ അത് പിടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പം ഞാൻ അള്ളയാണ്, റബ്ബുൽ ആലമീനായ അള്ളയാണ് എന്നുള്ള വെളിയാളം കേൾക്കുന്നു. വടി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടിയാണെങ്കിൽ മാഫി യദിക യാ മൂസ, നിൻ്റെ കയ്യിൽ, മറ്റു സൂറത്തിലുണ്ട് മറിയമില്, മൂസ നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ അത് ഹിയ അസായ, എൻ്റെ വടിയാണ്. അതവക്കഉ അലയ്യ, ഞാനത് കുത്തിപ്പിടിക്കാറുണ്ട്. വഅഹുശു ബിഹാല വനമി, എൻ്റെ ആടുകൾക്ക് ഇലകൾ പൊഴിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ വടിയാണ്. ആ വടി നിലത്തിടാൻ പറഞ്ഞപ്പോൾ അതൊരു പാമ്പിനെ പോലെ പിടക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞതും റബ്ബുൽ ആലമീനാണ് എന്ന് പറയുന്നതും ഈ സംഭവമെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ വിളി ഇതൊരു ദൈവിക ദിവ്യമായ ശക്തിയാണ്, പടച്ചവൻ തന്നെയാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. മറ്റുള്ള പ്രവാചകന്മാർക്ക് പോലെയല്ല മൂസാ നബി അലൈഹി സ്വലാമിന്. പിന്നീട് വഹീകളൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന മൂസാ നബിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ തൗറാത്ത് കൊടുക്കുന്നത്, അത് മാത്രമല്ല മറ്റു പ്രവാചകന്മാർക്ക്, ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. മൂസാ നബിക്ക് തൗറാത്ത് ഒരു ഫലകമായിട്ട് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം കഅന്നഹ ജാന്നുൻ, ഒരു പാമ്പിനെ പോലെ അത് പിടക്കുന്നത് കണ്ടപ്പോൾ വല്ല, അദ്ദേഹം പിന്തിരിഞ്ഞു. മുദ്ബിറൻ, പിന്നോട്ട് തിരിഞ്ഞു. വല്ല മുദ്ബിറൻ എന്ന് പറഞ്ഞാൽ, വല്ല എന്ന് പറഞ്ഞാൽ തന്നെ തിരിഞ്ഞു. മുദ്ബിറൻ, ദുബിർ, പിൻഭാഗം അങ്ങോട്ടാക്കിക്കൊണ്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നോട്ട് തിരിഞ്ഞു. വല്ല മുദ്ബിറൻ, അദ്ദേഹം പിന്നോട്ട് പിന്തിരിഞ്ഞു. വലം യു അക്കിബ്, തിരിഞ്ഞു നോക്കിയതുമില്ല. അത് തിരിഞ്ഞു നോക്കാതെ ഓടിയതർത്ഥം. സംഗതി അതാണ്. തിരിഞ്ഞു നോക്കാതെ
ഓടി ഈ പാമ്പിനെ കണ്ടപ്പോൾ. അപ്പോൾ യാ മൂസ, ആ വിളി വീണ്ടും വന്നു, മൂസ അഖ്ബിൽ, മുന്നോട്ട് വാ, വലാ തഖഫ്, ഭയപ്പെടേണ്ടതില്ല, ഇന്നക മിനൽ ആമിനീൻ, തീർച്ചയായും നീ ആമിനാണ്, നിർഭയനാണ്, അമാനുള്ളവനാണ്. അയാൾക്കൊരു പേടി ഉണ്ടാവണ്ട. ഇത് പാമ്പായല്ലോ, വടിയിട്ടപ്പോൾ പാമ്പാവുമ്പോൾ സ്വാഭാവികമായും ഇരുട്ടത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടി വന്ന ഒരു മലയുടെ മുകളിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം റബ്ബുൽ ആലമീനാണെന്ന് പറയുന്നു. വടി നിലത്തിട്ടോ എന്ന് പറയുമ്പോൾ അത്ഭുതകരമായി അത് ഇളകുന്ന പാമ്പാകുന്നു. ഇദ്ദേഹം പേടിച്ചു ഓടുന്നു. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും വിളിക്കാണ്, മൂസ അഖ്ബിൽ, മുന്നോട്ട് വാ, വലാ തഖഫ്, നീ ഭയപ്പെടേണ്ടതില്ല, ഇന്നക മിനൽ ആമിനീൻ, നീ നിർഭയന്മാരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് അതാണ് ബോധ്യമായി. അള്ളാഹുവിൻ്റെ വഹിയാണ്, അള്ളാഹുവിൻ്റെ വിളിയാളമാണ് ആ കേട്ടത്. ഈ വടി ഇങ്ങനെ ആക്കിയത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. പിന്നീട് അദ്ദേഹം അള്ളാഹു പറയുന്നുണ്ട്, നീ ഖുദ്ഹ വലാ തഖഫ്, അത് മറിയമില്ലേ, ഖുദ്ഹ വടി പിടിക്ക്, വലാ തഖഫ് അത് എടുത്തോ, വലാ തഖഫ് നീ പേടിക്കണ്ട, സനുഈദുഹ സീറത്തഹൽ ഊല, അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് വടി ഞാൻ മാറ്റിത്തരും എന്ന് പറഞ്ഞു. അദ്ദേഹം വടി ഇളകുന്ന പാമ്പിനെ പിടിച്ചു. അപ്പോൾ അത് വടിയായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധാരണ പോലെ പഴയ പോലെ തന്നെയുള്ള വടിയായി മാറിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഇതൊരു അത്ഭുത സംഭവം തന്നെയാണ്, ഇത് എനിക്ക് അള്ളാഹു നൽകിയ ഒരു ശക്തി തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. മറ്റൊന്നുകൂടി, ഉസ്ലുക്ക് യദക ഫീ ജൈബിക, നിൻ്റെ കയ്യ് നീ കടത്ത്, അസ്ലക്ക എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു, നിൻ്റെ കയ്യ് നീ ഫീ ജൈബിക, നിൻ്റെ കക്ഷത്തിലേക്ക് നീ കയ്യ് വെക്ക്, കൈ കടത്തി വെക്ക്, നിൻ്റെ കക്ഷത്തിൻ്റെ ഉള്ളിലേക്ക് കൈ കടത്തി വെക്ക്, തഖ്റുജ്, എന്നിട്ടത് പുറത്ത് വരും, ബൈള വെളുവെളുത്തതായിട്ട്, മിൻ ഗൈരി സൂഇൻ, ഒരു ചീത്ത അവസ്ഥയില്ലാതെ. അപ്പോൾ വെളുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു എന്തോ അതിന്മേലൊരു രോഗമായ അവസ്ഥ പോലെ, പാണ്ട് പോലെ, ഒരു മോശപ്പെട്ട രൂപത്തിൽ വരും നല്ല അർത്ഥം. തഖ്റുജ് ബൈള മിൻ ഗൈരി സൂഇൻ, ഒരു മോശപ്പെട്ടതല്ലാത്ത നിലക്ക്. ജൈബ് പറഞ്ഞാൽ ഈ പോക്കറ്റ്, ഈ ഭാഗം, ഈ കക്ഷം, ഈ ഭാഗത്തിനൊക്കെ ജൈബ് എന്ന് പറയും. അതായത് ഇട്ടിരുന്ന വസ്ത്രം ഒരു പക്ഷേ ഈ പോക്കറ്റിൻ്റെ ഭാഗത്തുള്ള അതിൽ കൂടിയാണ് കടക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇനി പറയേണ്ടത് ഇതിൽ ഇനിയുണ്ട്, അതിൻ്റെ അർത്ഥമുണ്ട്. പിന്നെ തഖ്റുജ് ബൈള, അപ്പം ജൈബിൽ വെച്ചിട്ട്, ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് എന്ന് പറയുന്നത് ഈ കക്ഷത്തിൻ്റെ അടുത്തുള്ള ഈ ഒരു സാധനം ആയതുകൊണ്ടാണ് ജൈബ് എന്ന്. പിന്നെയുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇവിടെ പോക്കറ്റ് വെക്കുന്നു, ഇവിടെ പോക്കറ്റ് വെക്കുന്നു, ഇവിടെ നമുക്കിപ്പോൾ കാലിനുട്ടുമലും കയ്യിനുട്ടുമലും കാലിൻ്റെ തുടമലൊക്കെ നമുക്ക് ജൈബുണ്ട്. പക്ഷേ അന്ന് അവർ ഉടുത്തിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു സ്വഭാവം പിൽക്കാലത്ത് ഇങ്ങനെ ചരിത്രത്തിൽ കൂടി നമ്മൾ അറിയപ്പെട്ട അവരുടെ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ കോട്ട്, അത് ഇവിടെ ഇങ്ങനെ കയ്യിലിൻ്റെ ഉള്ളിൽ കൂടി ഇടാൻ പറ്റുന്ന ഒരു കോട്ടായിരുന്നു അവർ ഇട്ടിരുന്നത് എന്ന് അന്നത്തെ പുരാതന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ച ശിലാഫലകങ്ങളിൽ നിന്നും അതുപോലെ ചിത്രങ്ങളിൽ, കൊത്തുചിത്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടി ഇടാനായിരിക്കാം ആ പറഞ്ഞത്, ഫി ജൈബിക്ക, നിൻ്റെ ജൈബിൽ കൂടി നീ ഇട്, സുലുക്കി അതൊക്കെ അത് ഹിൽഹ ഫി ജൈബിക്ക, അത് നിൻ്റെ ജൈബിലേക്ക് നീ ഇട്. പിന്നെ തഖ്റുജ്, പിന്നെ അത് പുറത്തെടുക്ക്, അത് തഖ്റുജ് ബൈള, അത് വെളുവെളുത്ത രൂപത്തിൽ, മിൻ ഗൈരി സൂഇൻ, ഒരു മോശമില്ലാത്ത വെളുപ്പ് എന്ന് പറഞ്ഞാൽ വെളുത്തിട്ട് ആകെ കൂടിയും വൈകൃതമാകാത്ത, മോശമാവാത്ത നിലക്ക് നല്ല വെളുത്ത, അതായത് ഭംഗിയുള്ള വെളുത്ത കയ്യായിട്ട് അത് പുറത്തേക്ക് വരും. തഖ്റുജ് ബൈള മിൻ ഗൈരി സൂഇൻ. അപ്പോൾ അതും കൂടി പറഞ്ഞു. അപ്പോൾ മൂസാ നബി അത് ചെയ്തു നോക്കിയപ്പോൾ അതിന് നല്ല ഭംഗിയുണ്ടായി. വീണ്ടും അത് അവിടെ തന്നെ വെക്കാൻ പറഞ്ഞു, അത് സാധാരണ കയ്യായി. അപ്പോൾ രണ്ട് തെളിവൊന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് മൂസാ നബീനോട് ഒന്നുകൂടി പറയുന്നുണ്ട്, ഒളുമും യദക്ക ഇലൈക്ക ജനാഹക്ക, നിൻ്റെ രണ്ട് ഭാഗങ്ങളും നീ ഒന്ന് കൂട്ടിപ്പിടിക്ക്, മിനർ റഹ്ബി, ഭയത്തിനാൽ, ഭയം കൊണ്ട് ഒന്നിങ്ങനെ കൂട്ടിപ്പിടിച്ചാളാണ്. അപ്പോൾ ഭയം ഉണ്ടായാലും ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, പേടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും കൈ കൂട്ടിപ്പിടിച്ചാൽ ആ പേടി മാറും എന്ന്
ഈ ഹദീസിൽ ഈ ആയത്തിൽ നിന്ന് സൂചനയുണ്ട് എന്ന് പറയുന്ന മുഫസ്സിറുകളെയും കാണാം. അതാണ് വലുമും യദക ഇല ജനാഹിക. ജനാഹി എന്ന് പറഞ്ഞാൽ ചിറക് എന്ന് പറഞ്ഞാൽ ഈ പാർശ്വഭാഗത്തേക്ക് എന്നുള്ള അർത്ഥമാണ്. ചിറകിൻ്റെ ഭാഗമാണല്ലോ രണ്ട് ഭാഗം. അപ്പോൾ നിൻ്റെ ജനാഹിലേക്ക് എന്ന് പറഞ്ഞാൽ നിൻ്റെ പാർശ്വഭാഗത്തേക്ക് നിൻ്റെ കയ്യിനി ലമ്മ വലുമും നീ കൂട്ടിപ്പിടിക്ക്. മിനർ റഹബി ഭയം കാരണത്താൽ കൂട്ടിപ്പിടിച്ചാൽ ആ ഭയാണ് മാറിപ്പോകും. അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത ഒരു വഴിയാണ്. നിൻ്റെ പേടിയുണ്ടെങ്കിൽ ലുമ്മ ജനാഹക ഇല അലുദിക്ക, നിൻ്റെ ഈ കയ്യിൻ്റെ ഈ ഭാഗമാണ് ജനാഹി. നമുക്ക് അതിന് എത് എന്ന് പറയും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം, പക്ഷികളെ സംബന്ധിച്ചിടത്തോളം ജനാഹി ചിറക് എന്ന് പറയും. ഏതായിരുന്നാലും ഈ ഭാഗത്തേക്ക് നീ നിൻ്റെ കയ്യിനെ കണ്ട് കൂട്ടിപ്പിടിച്ചാള. എങ്കിൽ മിനർ റഹബി ഭയത്തിനാൽ എന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിപ്പിടിച്ചാള, ഭയം മാറും എന്ന സൂചനയും കൂടി അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫദാനിക ബുർഹാനാനി, അത് രണ്ടും രണ്ട് തെളിവുകളാണ്. ഒന്ന്, കയ്യ് കക്ഷത്തിൽ വെച്ച് പുറത്തെടുക്കുമ്പോൾ നല്ല വൈകല്യമില്ലാത്ത സുന്ദരമായ വെളുപ്പ് കാണുക എന്നതും വടി നിലത്തിട്ടാൽ പെടക്കുന്ന പാമ്പിനെ പോലെ ആകുക എന്നുള്ളതും ദാനിക ബുർഹാനാനി മിൻ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള രണ്ട് തെളിവുകളാണ്. ഇലാ ഫിർഔന, ഫിർഔനിൻ്റെ അടുത്തേക്ക്, വ മലഇഹി, അവൻ്റെ പ്രമാണിമാരുടെ അടുത്തേക്കും ഉള്ള രണ്ട് തെളിവുകളാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടിയപ്പോൾ കൊടുത്ത വരം കൊടുത്ത പോലെ നുബുവത്തിൻ്റെ ശക്തിയായിട്ട് മൊയ്ജിസത്തായിട്ട് കൊടുത്തതായിരുന്നു ഇത് രണ്ടും. എന്നിട്ട് ഫിറഔൻ്റെ അടുത്തേക്ക് നീ പോകുക എന്നാണ് പറയുന്നത്. ഇത് ഹബു ഇലാ ഫിറൗന ഇന്നഹു തഗാ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വ അഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷാ ഫഅറാഹുൽ ആയത്തൽ കുബ്ര ഫകദ്ദബ വഅസ എന്ന് പറഞ്ഞ് ആയത്ത് മറ്റു സൂറത്തുകളിൽ അതിൻ്റെ വിശദാംശം അദ്ദേഹത്തിന് കൊടുത്ത ദഅവത്ത് പറയുന്നുണ്ട്. അത് ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. വടിയിട്ട് നീ പിടിച്ചു പേടിക്കണ്ട, മുന്നോട്ട് വാ, ഓടിപ്പോകരുത്. കയ്യ് കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ വെളുപ്പ് കാണും. പിന്നെ നിൻ്റെ ഒരു പാർശ്വത്തിലേക്ക്, രണ്ട് പാർശ്വത്തിലേക്കും നിൻ്റെ കയ്യിനെ കൂട്ടിപ്പിടിച്ചാളാ ആ പേടി മാറും. അപ്പോൾ പേടി മാറാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുത്തു. രണ്ട് മോജിസത്തും കൊടുത്തിട്ട് പറഞ്ഞു ഫദാനിക ബുർഹാനാനി മിർ റബ്ബിക ഇലാ ഫിറഔന വ മലഇഹി, ഫിറഔനിലേക്കും അവൻ്റെ അനുയായികളിലേക്കും അവൻ്റെ പ്രമാണിമാരിലേക്കുമുള്ള രണ്ട് തെളിവാണ് ഇത് രണ്ടും എന്നുകൂടി അള്ള പറഞ്ഞു കൊടുത്തോടുകൂടി യാ മൂസ ലാ തഖഫ് എന്ന് വിളിയാളം കേട്ടത് അള്ളാഹുവിൻ്റേതാണ് എന്ന് അദ്ദേഹത്തിനാണ്ട് ബോധ്യമായി. പിന്നെ ഇന്നഹും ഖാനു ഖൗമൻ ഫാസിഖീൻ, തീർച്ചയായും അവർ ദുർമാർഗികളായ ഒരു സമൂഹമായിരിക്കുന്നു. ഫിറഔനും അവൻ്റെ അനുയായികളും ഫാസിഖീൻ ദുർമാർഗികളായ ഒരു ഖൗമായിരിക്കുന്നു. അതുകൊണ്ട് അവരിലേക്ക് നീ ചെല്ല്, അവരിലേക്ക് ചെല്ലുമ്പോഴുള്ള രണ്ട് തെളിവുകളാണിത് എന്ന് അല്ലാഹു തആല മൂസാ നബിക്ക് വഹി നൽകി. അതാണ് ഉസ്ലുക് യദക ഫീ ജൈബിക തഖ്റുജ് ബൈളാ മിൻ ഗൈരി സൂഇൻ വൽമും ഇലൈക ജനാഹക മിനർ റഹബ്. പിന്നെ ഫദാനിക ബുർഹാനാനി മിർ റബ്ബിക ഇലാ ഫിറഔന വ മലഇഹി ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് ഞാൻ പ്രവാചകനാണ്, ഫിറൗൻ്റെ അടുത്തേക്ക് പ്രബോധകനായി അയക്കുകയാണ്. വേറെയും ഇവിടെ പറയാത്ത മറ്റു പല കാര്യങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് നുബുവത്തായിട്ട് കൊടുത്തു എന്ന് സൂറത്ത് മറിയമിൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഇനി ഫിറൗൻ്റെ അടുക്കലേക്ക് പ്രബോധനത്തിനാണ് പോകുന്നത്. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, നിനക്ക് നന്നായി കൂടെ, വ അഹ്ദിയക ഇലാ റബ്ബിക, നിൻ്റെ രക്ഷിതാവിങ്കലേക്ക് ഞാൻ നിന്നെ വഴി കാണിച്ചു തരട്ടെയോ എന്നൊക്കെ മൂസാ നബിയോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് അവിടെ കാണാം. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ഞാൻ പ്രവാചകനാണ്. അപ്പോൾ അദ്ദേഹം അള്ളാഹിനോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ, ഞാൻ അവരിൽ നിന്ന് ഒരു നഫ്സിനെ കൊന്നിട്ടുണ്ട്. ഇന്നി ഖതൽതു, ഞാൻ കൊന്നിട്ടുണ്ട്, തീർച്ചയായും ഞാൻ കൊന്നിട്ടുണ്ട്. മിൻഹും, ആ ഫിറഔനിൻ്റെയും ആളുകളുടെയും ഇടയിൽ നിന്ന് നഫ്സൻ, ഒരു മനുഷ്യനെ. ഫഅഖാഫു,
അപ്പോൾ ഞാൻ ഭയപ്പെടുന്നു അൻ യഖ്തുലൂൻ, എന്നെ കൊല്ലുമെന്ന് ഭയപ്പെടുന്നു എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് ചെയ്യണം. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ നുബുവത്ത് ഏറ്റെടുക്കൂല എന്ന് പറയുന്നില്ല. വ അഖീ ഹാറൂൻ, എൻ്റെ സഹോദരൻ ഹാറൂൻ. സഹോദരൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല, സഹോദരൻ ഈജിപ്തിലാണുള്ളത്. വ അഖീ ഹാറൂൻ, എൻ്റെ സഹോദരൻ ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി, എന്നെക്കാളും വ്യക്തതയുള്ളവനാണ്. ലിസാനൻ, നാവിനാൽ വ്യക്തതയുള്ളവനാണ്. അതായത് നാവ് കൊണ്ട് വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്നവനാണ് എന്നെക്കാളും കൂടുതൽ എൻ്റെ സഹോദരൻ ഹാറൂൻ. അതുകൊണ്ട് ഫഅർസിൽഹു മഅയ്യ, എൻ്റെ കൂടെ അദ്ദേഹത്തെയും നീ മുർസലായി നിയോഗിക്കണമേ. ഫിറൗൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ എനിക്ക് മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരത്തിന് വൈകല്യമുണ്ടായിരുന്നു, വിക്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അപ്പം ആ വിക്കിന് പകരമായി നന്നായി ഫസീഹാകുക എന്ന് പറഞ്ഞാൽ സ്ഫുടമായി സംസാരിക്കാൻ. ഹുവ അഫ്സഹു മിന്നി ലിസാനൻ, എന്നെക്കാളും സംസാരത്തിൽ ഏറ്റവും സ്ഫുടമായി. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് എന്നും ഭാഷ എന്നും രണ്ടർത്ഥമുണ്ട്. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്, മറ്റൊന്ന് ഭാഷ. ലിസാനുൽ അറബ് എന്ന് പറഞ്ഞാൽ അറബികളുടെ നാവ് എന്ന് പറഞ്ഞാൽ അറബികളുടെ ഭാഷയാണ്. അപ്പം എന്നെക്കാളും നാവ് അല്ലെങ്കിൽ എന്നെക്കാളും ഭാഷ സ്ഫുടമാണ് ഹാറൂൻ അലൈഹി സ്വലാമിന്. എനിക്കങ്ങനെ നന്നായി സംസാരിക്കാൻ അറിയില്ല. ഫഅഖാഫു, ഞാൻ ഭയപ്പെടുന്നു. ഫഅർസിൽഹു, അവന് നീ അയക്കണമേ. മഴിയ, എൻ്റെ കൂടെ. റിദ് അൻ, ഒരു സഹായിയായിക്കൊണ്ട്. യുസദ്ദിഖുനി, എന്നെ സത്യപ്പെടുത്തുന്ന ഒരു സഹായിയായിക്കൊണ്ട് ഹാറൂനെയും നീ അയക്കണമേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഒറ്റക്ക് പോകാനുള്ള ആ ഒരു സംസാര വൈഭവം ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രവാചകനായി ഹാറൂനെയും കൂടി അയക്കണം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ. അവനും സത്യമായ മാർഗത്തിൽ ജനിച്ച് വളർന്ന ആളാണ് ഹാറൂൻ എന്ന് മൂസാ നബിക്ക് അറിയാം. മൂസാ കുടുംബം, ഇമ്രാൻ്റെ കുടുംബം സത്യസന്ധരായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണ്. അതാ യുസദ്ദിഖുനി, എന്നെ സത്യപ്പെടുത്തുന്ന ഒരു സഹായി. റിദ് എന്ന് പറഞ്ഞാൽ സഹായി, നാസിർ, മുസായിദ്, സഹായിയായി ഹാറൂനെയും അയക്കണമേ. ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ, ഇന്നി അഖാഫു, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അൻ യുകദ്ദിബൂനി, അവരെന്നെ കളവാക്കുമെന്ന്. ഞാൻ പറഞ്ഞത് തിരിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും കഴിയാത്തത് കൊണ്ടോ എന്നെ കളവാക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. എൻ്റെ സഹോദരൻ ഹാറൂനെ അയച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഖാല, അള്ളാഹു പറഞ്ഞു, സനശുദ്ധു അലുദക, നിന്റെ പാർശ്വത്തെ, അലുദ് എന്ന് പറഞ്ഞാൽ നിന്റെ കൈ പാർശ്വന്ന, നിന്റെ പാർശ്വത്തെ ഞാൻ ശക്തിപ്പെടുത്തും. ബി അഖീക, നിന്റെ സഹോദരനെ കൊണ്ട്. ഈ തോൾ കയ്യിനാണ് അലുദ് എന്ന് പറയുന്നത്. നിന്റെ കയ്യിനെ ഞാൻ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ ബലം നൽകും. ബി അഖീക, നിന്റെ സഹോദരനെ കൊണ്ട് നിനക്ക് ഞാൻ ശക്തി നൽകും. വനജഅലു ലക്കുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നാം നിശ്ചയിച്ചു തരുകയും ചെയ്യും. സുൽത്താനൻ, തെളിവുകൾ. അപ്പം രണ്ടുപേർക്കും സുൽത്താൻ, അള്ളാഹുവിൻ്റെ ദഅവത്ത് അറിയിക്കാനുള്ള തെളിവ് നിങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ചു തരും. എന്നിട്ട് നിന്റെ ഹാറൂനെ കൊണ്ട് നിന്നെ സഹായിക്കുകയും ചെയ്യും, ശക്തിപ്പെടുത്തും. ഫലാ യസിലൂന ഇലൈക്കുമാ, അവരൊന്നും നിങ്ങൾ രണ്ടുപേരുടെയും അടുക്കലേക്ക് എത്തുകയില്ല. നിങ്ങൾ എത്ര ദുർബലന്മാരാണെങ്കിലും ആ ഫിർഔനും അനുയായികളും നിങ്ങളിലേക്ക് എത്തൂല. അങ്ങനെ പേടിക്കണ്ട. ഫിർഔൻ നിങ്ങളെ കൊല്ലുന്നല്ല പറയുന്നത്. അങ്ങനെ നിങ്ങളെ കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് എത്താൻ അവർക്ക് കഴിയൂല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അല്ലാഹു തആല മുഅ്ജിസത്തിൽ കൂടി ഫിർഔനെ ഭയപ്പെടുത്തി. അത് പിന്നീട് വരുന്നുണ്ട്. അതാണ് വനജഅലു ലക്കുമാ സുൽത്താനൻ, മൂസ, നിനക്കും നിന്റെ സഹോദരനായ ഹാറൂനിനും നിങ്ങൾ രണ്ടുപേർക്കും നാം നിശ്ചയിച്ചു തരും. സുൽത്താനൻ, ഒരു അധികാരശക്തി. ഫലാ യസിലൂന, ഒരു പ്രമാണം എന്നാവാം, അല്ലെ അധികാരശക്തി എന്നാവാം. അപ്പോൾ ഒരു പ്രമാണം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതാണ് ഫിറൗൻ്റെ അടുക്കൽ ചെന്നപ്പോൾ മൂസാ നബീനെ അവന് തൊടാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കൂടെ വടിയും മറ്റോരും വടി കൊണ്ടുവന്നു. അങ്ങനെ മുഅ്ജിസത്ത് കൊണ്ട് അവർ തോറ്റുപോവുകയല്ലേ ചെയ്തത്.
പിന്നീട് മൂസാ നബിയോട് പ്രതികാരം ചോദിക്കാനുള്ള അവസരം ഫിറഔൻ്റെ അനുയായികൾക്ക് കിട്ടിയിട്ടില്ല. ചെല്ലുന്നു, കൊട്ടാരത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രബോധനം നടത്തുന്നു. നീ ഇവിടുന്ന് പോയ ആളല്ലേ, നീ അക്രമം ചെയ്ത ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് വാഗ്വാദം നടത്തുന്നു. എന്നാ കാണണോ തെളിവ് എന്ന് പറഞ്ഞ് വടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഫിറഔന് പിന്നെ ശുഗലായി, ആ വടിക്ക് മറുപടി വരണമല്ലോ. അപ്പോൾ സാഹചര്യങ്ങളെ വരുന്നു. അവരുടെ വടികളൊക്കെ മൂസാ നബിയുടെ മൊയ്സത്തായ വടിയെടുത്ത് തിന്നുന്നു. അപ്പം ഫിറഔൻ പരാജയപ്പെടുന്നു, അമ്പരക്കുന്നു. പിന്നെ മൂസാ നബിയോടുള്ള പ്രതികാരത്തിൻ്റെ കാര്യം പിന്നെ ഫിറഔന് മറന്നുപോയതാണ്, കഴിഞ്ഞിട്ടില്ല. അതാണ് ഫലാ യസിലൂന ഇലൈക്കുമാ, അവർ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരുടെയും അടുക്കലേക്ക് അടുത്തു വരികയില്ല. സനുശുദ്ധു അലുദക്ക ബി സുൽത്താനിൻ ബി അഖീക, സഹോദരനെ കൊണ്ട് നിന്റെ പാർശ്വത്തെ നാം ബലപ്പെടുത്തും. വനുജാലുലക്കുമാ സുൽത്താനൻ, നിങ്ങൾ രണ്ടുപേർക്കും സുൽത്താന് പ്രമാണം ഞാൻ നിശ്ചയിച്ചു തരും. ഫലാ യസിലൂന ഇലൈക്കുമാ, അവർ നിങ്ങളുടെ രണ്ടുപേരുടെയും അടുക്കലേക്ക് എത്തുകയില്ല. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് അധികാരമൊക്കെ നൽകും, അധികാരം ഉണ്ടാക്കിത്തരും. അവർക്ക് നിങ്ങളെ അടുക്കാൻ കഴിയില്ല. അൻതുമാ, നിങ്ങൾ രണ്ടുപേരും, വ മനിത്തബഅകുമാ, നിങ്ങൾ രണ്ടുപേരെയും പിമ്പറ്റിയവരും, അൽ ഗാലിബൂൻ, വിജയിച്ചവരാണ്. നിങ്ങളും നിങ്ങളുണ്ടാളും നിങ്ങളെ പിമ്പറ്റി ജീവിക്കുന്നവരും അൽ ഗാലിബൂൻ, വിജയിച്ചവരായിരിക്കും. അവർക്ക് നിങ്ങളൊന്നും തൊടാൻ കഴിയില്ല, നിങ്ങളുടെ അടുക്കലേക്ക് എത്തൂല എന്ന് പറഞ്ഞ് അല്ലാഹു തആല ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ അഭാവത്തിൽ മൂസാ നബിയുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹാറൂനെയും പ്രവാചകനാക്കിക്കൊണ്ട് തൂർ സീനാ പർവ്വതത്തിൽ നിന്ന് മൂസാ നബിക്ക് അള്ളാഹു ദൗത്യം ഏൽപ്പിച്ചു. അപ്പം അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നടന്നു. അതിൻ്റെ ബാക്കി പിന്നെ മൂസാ നബി വന്നു, ഭാര്യനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ ഫിറഔൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് തുടർന്ന് ഖുർആൻ പറയുന്നത്. ഫലമ്മാ ജാഅഹും മൂസാ ബിആയാതിനാ ബയ്യിനാതിൻ ഖാലൂ മാ ഹാദാ ഇല്ലാ സിഹ്റും മുഫ്തറാ. മൂസാ നബി അലൈഹിസ്സലാമിന് അങ്ങനെയൊക്കെ ബഹളവും ഭയപ്പെടുത്താവുന്ന പ്രതികാരം ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും കാര്യങ്ങൾ ആരും അറിയാത്ത പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മറിയാണ്. മൂസാ നബി തിരിച്ചു ചെല്ലുമ്പോൾ, ഹാറൂൻ നബിയും മൂസാ നബിയും കൂടി തിരിച്ചു ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ആൺകുട്ടികളെ കൊല്ലാൻ വിചാരിച്ച കാലഘട്ടത്തിൽ ജനിച്ചവനാണ് ഇവനെന്നും, അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിയെക്കൊണ്ട്, ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടിയെക്കൊണ്ട് ഫിറഔനിൻ്റെ കൊട്ടാരം തകരുമെന്നുമൊക്കെ സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ബനു ഇസ്രായേൽക്കാരിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലണമെന്ന് പറഞ്ഞത്. അതൊക്കെ ഫിറഔന് അറിയാലോ. പിന്നെ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു. ഫിറൗൻ്റെ ചെലവിൽ മൂസാ നബിക്ക് ഉമ്മ തന്നെ മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നു. പിന്നീട് മൂസാ നബി ഫിറൗൻ്റെ കൂട്ടരെ തന്നെ അടിച്ച് അവസാനം അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി ഫിറൗൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് അദ്ദേഹം അവിടുന്ന് കടന്നു കളയുന്നു. പിന്നീട് വരുന്നത് പ്രവാചകനായിക്കൊണ്ടാണ്. എന്നാലും ആ സമൂഹം അവിടെ തന്നെ ഉണ്ടല്ലോ, അക്രമികളായ സമൂഹമുണ്ട്. അപ്പം റംസീസ് രണ്ടാമനാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ സംഘടനത്തിലുള്ളത്. അപ്പോൾ ആ റംസീസുമാരുടെ കൂട്ടത്തിലുള്ള ഒരു തലമുറ അതിൻ്റെ പിൻഗാമികളാണല്ലോ. അപ്പം ഇവർക്ക് ഇദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാനുള്ള അർഹതയുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, അതിനുള്ള ന്യായവും ഫിറഔൻ്റെയും അനുയായികളുടെയും ആളുകളുടെ അടുക്കലുണ്ട്. പക്ഷേ ആ പ്രതികാരം ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ കാര്യങ്ങൾ അവർക്ക് കൈവിട്ടു പോവുകയാണ്. ഇദ്ദേഹം വരുന്നത് ഒരു മൊയ്സത്തുമായി കൊണ്ടാണ്. ആ മൊയ്സത്തുമേലാണ് പിന്നെ ഫിറഔനും അനുയായികളും പിടികൂടുന്നത്. അവിടുന്നാണ് പിന്നെ പരാജയപ്പെടുന്നതും മരിക്കാൻ കാരണമാകുന്നതും. അതാണ് ഫലമ്മാ ജാഅഹും മൂസ, അവരുടെ അടുക്കലേക്ക് മൂസ ചെന്നപ്പോൾ, ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് വന്നപ്പോൾ, ബയ്യിനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് വന്നപ്പോൾ, ഖാലു അവർ പറഞ്ഞു, മാ ഹാദാ ഇല്ലാ സിഹ്റുൻ, ഇത് ആഭിചാരമല്ലാതെ, സിഹ്ർ ആഭിചാരം, ഇത് ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല,
മുഫ്തറൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആഭിചാരമാണ്, അല്ലെങ്കിൽ മായാജാലമാണ് ഇത്. അതായത് ഈ വടിയും പാമ്പുമൊക്കെ. ഒമാ സമീഅനാ ബിഹാദ, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ഫി ആബാഇനൽ അവ്വലീൻ, ഞങ്ങളുടെ പൂർവികരായ പിതാക്കന്മാർക്കിടയിൽ കേൾക്കാത്ത പുതിയ വിഷയങ്ങളാണ് ഈ മൂസ പറയുന്നത്. ഞങ്ങളൊന്നും ഇത് കേട്ടിട്ടില്ല പണ്ട്. ഈ കാണുന്ന വടിയും അതുപോലെ കയ്യുമൊക്കെ ആഭിചാരവൃത്തി കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഡിഫൻസിൻ്റെ പ്രതിരോധത്തിലെത്തുകയാണ്. യഥാർത്ഥത്തിൽ ആക്രമണത്തിലെത്തേണ്ടവരാണവർ. അതിനു മാത്രം അവരെ മൂസാ നബിയെ ആക്രമിക്കാനുള്ള ന്യായം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ മൂസാ നബി ഈ മൊയ്സത്തുമായിട്ട് ചെന്നപ്പോൾ അവർ പ്രതിരോധത്തിലായി. ഞങ്ങളിതൊന്നും ഞങ്ങളെ വാപ്പാരിരുന്ന് കണ്ടിട്ടില്ല, ഇവനൊരു സാഹിറാണ്, സിഹറാണ്, മുഫ്തറൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആവിചാരവും കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവർ തടുക്കുകയാണ് മൂസാ നബിയെ. വഖാല മൂസ, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി അഅ്ലമു, എൻ്റെ രക്ഷിതാവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ, ബിമൻ ജാഅ ബിൽ ഹുദാ, സന്മാർഗവും കൊണ്ടുവന്നവരെ പറ്റി. അഅ്ലമു ബിമൻ, ഒരു കൂട്ടരെപ്പറ്റി എൻ്റെ റബ്ബാണ് കൂടുതൽ അറിയുന്നവൻ. ജാഅ ബിൽ ഹുദാ, ഹിദായത്തും കൊണ്ടുവന്നവർ ആരാണെന്നതിനെപ്പറ്റി എൻ്റെ റബ്ബാണ് കൂടുതൽ അറിയുന്നവൻ. മിൻ എന്തിഹി, അവൻ്റെ അടുക്കൽ നിന്ന്, റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഹിദായത്ത് കൊണ്ടുവരുന്നവരാരാണെന്ന് എൻ്റെ റബ്ബിനറിയാം. ഒമൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ, സ്വർഗത്തിലെ വീടെന്ന പര്യവസാനം ആർക്കുണ്ടാകുമെന്നതും എൻ്റെ റബ്ബിനറിയാം. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം. വമൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ, ആർക്കനുകൂലമായിട്ടാണ് പര്യവസാനം. അദ്ദാർ, ആ വീടിൻ്റെ, അതായത് ദാറുൽ ആഖിറത്തിലെ ആ വീടിൻ്റെ നല്ല പര്യവസാനം, സ്വർഗീയമായ പര്യവസാനം ആർക്ക് കിട്ടുമെന്നതും ആരാണ് ഹിദായത്തിലെന്നതും എൻ്റെ റബ്ബിനറിയാം. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, തീർച്ചയായും അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറയാണ്. അവർ പ്രതിരോധിച്ചപ്പോൾ ഇത് അള്ളാഹ്ക്കറിയാം, ഞാനാണ് ശരി, എനിക്കാണ് അന്ത്യഫലം, വിശ്വാസികൾക്കാണ് അന്ത്യഫലം, പരലോകത്തുള്ള നല്ല പരിണിതി, സ്വർഗമാവുന്ന ദാറുൽ ജന്ന എന്ന പരിണിതി എനിക്കാണ് ഹിദായത്ത് എന്ന് പഠിച്ചവനറിയാം. ഒരിക്കലും അക്രമികൾ വിജയിക്കുകയില്ല. മൂസാ നബി അവരെ അക്രമികളായിട്ട് വീണ്ടും മുദ്ര കുത്തുകയാണ്. അവർ പ്രതിരോധിക്കുക, ഞങ്ങളെ വാപ്പാരിരുന്ന് കേട്ടിട്ടില്ലല്ലോ, ഇത് പുതിയതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അക്രമികളാണ്, നിങ്ങൾക്ക് ഹിദായത്തില്ല. വഖാല ഫിറഔന് പറയാണ്, യാ അയ്യുഹൽ മലഉ, എൻ്റെ നേതാക്കന്മാരെ, സമൂഹത്തിലെ പ്രമാണിമാരെ, മാ അലിംതു ലക്കും, നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, മാ അലിംതു, ഞാൻ അറിഞ്ഞിട്ടില്ല, ലക്കും നിങ്ങൾക്ക്, മിൻ ഇലാഹിൻ, ഒരു ഇലാഹിനെയും ഗൈരി, ഞാനല്ലാതെ ഒരു ഇലാഹിനെയും, ഒരു ആരാധ്യനെയും പറ്റി ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ഞാനല്ലേ നിങ്ങളെ ആരാധ്യൻ, വേറൊരു പുതിയ ആരാധ്യൻ മൂസ വർണ്ണമാരുള്ളത് എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ ആ ധിക്കാരത്തോടുകൂടി പറഞ്ഞു. പഠിച്ചവൻ ഞാനാണ്, വേറൊരു ആരാധ്യനില്ല, അങ്ങനത്തെ ഒരു ആരാധനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടോ ഫഔഖിദ്, ഔഖദ കത്തിച്ചു, ഫഔഖിദ് നീ കത്തിക്ക്, ലീ എനിക്ക് വേണ്ടി, യാ ഹാമാൻ, ഹാമാൻ എന്ന് പറഞ്ഞാൽ ഫിറഔനിൻ്റെ വസീർ, ഫിറഔനിൻ്റെ കാര്യദർശി, സഹായി, മന്ത്രിയായിരുന്നു ഹാമാൻ. ഹാമാനോട് പറയാം, ഫഔഖിദ് ലീ യാ ഹാമാൻ, ഹാമാൻ എനിക്ക് വേണ്ടി നീ കത്തിക്ക്, അലത്തീനി, മണ്ണിൻ്റെ മേൽ തീ കത്തിക്ക്. അത് ഇഷ്ടിക ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ മണ്ണിന് തീ കത്തിച്ച് എനിക്കൊരു കെട്ടിടം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ കെട്ടിടത്തിനാവശ്യമായ മണ്ണ് കൊണ്ട് ഇഷ്ടിക ചൂള വെച്ചുണ്ടാക്കണം എന്നാണ് ആ പറയുന്നത്. ഫഔഖിദ് ലീ യാ ഹാമാൻ, ഹാമാൻ അലത്തീൻ, മണ്ണിൻ്റെ മുകളിൽ എനിക്ക് നീ തീ കത്തിക്ക്, ഫജ്അൽ ലീ, എന്നിട്ട് എനിക്ക് നീ ഉണ്ടാക്കിത്ത, സർഹൻ, ഒരു വലിയ സൗധം, സർഹ് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഒരു സൗധം, ഒരു കെട്ടിടം. ഫജ്അൽ ലീ സൗദൻ സർഹൻ, ഒരു വലിയ സൗധം എനിക്ക് നീ ഉണ്ടാക്കിത്ത.
അപ്പോൾ മണ്ണിൽ തീ കൊടുത്ത് മണ്ണ് ഉറപ്പിച്ച് നല്ല ചൂളയിൽ വെച്ച് ഉറപ്പിച്ചിട്ട് ആ ഇഷ്ടിക കൊണ്ട് വലിയൊരു സൗധം ഉണ്ടാക്കിത്താ ലഅല്ലി അത്തലയു, ഞാനൊന്ന് എത്തി നോക്കട്ടെ. ഇത്തലായ എന്ന് പറഞ്ഞാൽ എത്തി നോക്കി, ഞാനൊന്ന് എത്തി നോക്കിക്കൊള്ളാം. ഇലാഹി മൂസ, മൂസയുടെ ഇലാഹിലേക്ക്. മൂസൻ്റെ ഇലാഹി മുകളിലാണെന്നല്ല പറഞ്ഞ് ആ വലിയൊരു സൗദം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് നോക്കട്ടെ, മൂസാ നബിൻ്റെ ഇലാഹോടെയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വ ഇന്നി ലഅളുന്നുഹു മിനൽ കാദിബീൻ, അവൻ കള്ളന്മാരുടെ കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ റബ്ബോടെ ഞാൻ നോക്കട്ടെ. അതിന് മാത്രം ധിക്കാരിയാണ് അവൻ എന്നർത്ഥം. റബ്ബിനെ പിടികൂടാൻ വേണ്ടി വലിയ കൊട്ടാരമുണ്ടാക്കാൻ ഹാമാനോട് തീ കത്തിച്ച് കല്ലുകൾ ചൂളയിൽ വെച്ച് കല്ലുണ്ടാക്കി, അതുകൊണ്ട് കൊട്ടാരമുണ്ടാക്കാൻ വേണ്ടി മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അത്രമാത്രം ബുദ്ധി കുറഞ്ഞവരും മൂസാ നബിയുടെ ഈ അള്ളാഹുവിനെ പറ്റിയുള്ള തൗഹീദ് മനസ്സിലാക്കാത്തവരുമായ ധിക്കാരികളായിരുന്നു അവർ എന്നർത്ഥം. ഫസ്തക്ബറ, അദ്ദേഹം അഹങ്കരിച്ചു. ഹുവ, അവനും വജുനൂദുഹു, അവൻ്റെ സൈന്യങ്ങളും. ജുന്ദ് സൈനികൻ, വജുനൂദ് സൈനികരും, അവനും അഹങ്കരിച്ചു. ഫിൽ അർളി, ആ നാട്ടിൽ. ബിഗൈരിൽ ഹഖി, അവകാശമില്ലാതെ അനധികൃതമായി അവനും അവൻ്റെ സൈന്യവും അഹങ്കരിച്ചു. വളന്നു, അവർ വിചാരിച്ചു. അന്നഹും ഇലൈനാ ലാ യർജിഊൻ, അവർ നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലെന്ന് വിചാരിച്ചു. പിന്നീട് വരുന്നത് ആ ധിക്കാരത്താൽ അവരെ നശിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി പോയാൽ ആ ആയത്ത്, ഈ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് അവസാനം മുഹമ്മദ് നബിയോട് അള്ളാഹ് പറയുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോഴൊന്നും ഒമാകുൻത ബിജാനിബിൽ ഗുർബി, ആ ഭാഗത്ത് നീ ഉണ്ടായിട്ടില്ലല്ലോ മുഹമ്മദ് നബിയെ. നിങ്ങളാരും ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നീ ഇത് പറയുന്നത്? എന്നാലോ ജൂതന്മാർക്ക് ബോധ്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഭവിച്ച സമയത്ത് മുഹമ്മദ് നബി അവിടെ ഇല്ല, പണ്ട് കഴിഞ്ഞു പോയതാണ്. അദ്ദേഹം ഒട്ട് പഠിച്ചിട്ടുമില്ല. പക്ഷേ ആ സംഭവിച്ചത് യഹൂദി നസാറാക്കൾക്ക് അറിയുന്ന പോലെ മുഹമ്മദ് നബി ഇങ്ങനെ പറയാണ്. അത് ഖുർആനിൽ നിന്ന് അള്ളാഹ് കൊടുക്കുന്ന വഹി തന്നെയാണെന്ന് യഹൂദുകൾക്കും നസാറാക്കൾക്കും ബോധ്യപ്പെടുത്താനാണ് ഈ ചരിത്രം ഇത്ര വിശദമായി അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു